നമ്മുടെ കേരളത്തിൽ ചില ആൾക്കാരെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇസ്ലാം മതത്തിൽ നിന്നും എക്സിറ്റ് അടിച്ചുകൊണ്ട്, എക്സ് മുസ്ലിം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ കുറെ ആൾക്കാരെ കാണാം. അവരുടെ പ്രധാന തൊഴിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവിത്രമായ ഇസ്ലാം മതത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അതിന് എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഇസ്ലാം വിരുദ്ധത കൈകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാം വിരുദ്ധർ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ചയ കാശ് നക്കിക്കൊണ്ട് ഈ നായ തീട്ടം തിന്നുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ജീവിക്കുന്ന ഒരാളെ നമുക്കിവിടെ പരിചയപ്പെടാം. അയാൾ പറയുന്നത് മറ്റുള്ള മതക്കാരിൽ ഇസ്ലാം എന്ന മതത്തെ തെറ്റായ മതമാണെന്ന് ചിത്രീകരിക്കുക. അതാണ് ഇയാളുടെ പ്രധാന ജോലി. ഇയാൾ ഒരു എക്സ് മുസ്ലിമാണ്. ഇയാൾ അലിയാർ ഖാസിമി എന്നൊരു പ്രഭാഷകൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെ തെറ്റായി വൽക്കരിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. ഇസ്ലാമോഫോബിയ ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേട്ടാൽ അമുസ്ലിമായിട്ടുള്ള സഹോദരങ്ങളിൽ എങ്ങനെ ഉണ്ടാകാതിരിക്കുമെന്ന് നിങ്ങൾ തന്നെ പറയണം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു, ജൂതനസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെന്നറിയോ? അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും എന്നും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ജൂതനെയും ക്രിസ്ത്യാനികളെ ഒരിക്കലും വിശ്വസിക്കരുത്, സ്നേഹിക്കരുത്, അത് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കും ഈ അമുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളിലും എന്തോരം ഭയമായിരിക്കും ഉണ്ടാകുന്നത്. ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതിൽ ആദ്യമെത്ത ഇതുപോലെയുള്ള ആൾക്കാരെയാണ് പിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? അലിയാർ ഖാസിമി എന്ന ഈ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് ഞാനിവിടെ പറയാം. മുസ്ലിങ്ങളായ സഹോദരന്മാരെ, നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കൂട്ടുകാരായി കൂട്ടരുത്. കാരണം അവർ തെറ്റിലേക്ക് വീഴ്ത്തും എന്നുള്ള ഒരു പ്രഭാഷണമാണ് ഇവിടെ ഇവൻ കാണിക്കുന്നത്. ഇതിന്റെ ഫുൾ പ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇതിലൊരു തെറ്റുമില്ല എന്ന്. ഇസ്ലാം വിരുദ്ധരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഇവൻ ഇതിന്റെ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇവിടെ സംപ്രേഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്നും എന്തെങ്കിലും ഇരന്നു വാങ്ങിക്കാനുള്ള ഏർപ്പാടാണ് ഇവൻ ചെയ്യുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ഖുർആനിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൂട്ടുകൂട്ടരുത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഇവിടെ വിശദമാക്കാം. ഇസ്ലാം മത രൂപീകരണ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ജനങ്ങൾ കൂട്ടത്തോടെ കല്ലെടുത്തെറിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. കഠിനമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മർദ്ദിച്ചവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്കറിയുന്നില്ല, ഇവരുടെ ഈ തെറ്റുകൾ പുറത്തു കൊടുക്കണമേ എന്നാണ് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചത്. മുഹമ്മദ് നബിയുടെ പ്രബോധന സമയത്ത് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ കാട്ടാളന്മാരെ പോലെയായിരുന്നു. കൊള്ളയും കൊലയും ബലാത്സംഗവും എന്തു ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ശരിക്ക് തനി കാട്ടാളന്മാർ. അവരുടെ ഇടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിനായി ചെല്ലുന്നത്. അന്നത്തെ കാട്ടാളന്മാർ അവർക്കിഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കി അത് ദൈവമാണെന്ന് കൽപ്പിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചു പോകുന്ന ഒരു കൂട്ടം മൂഢജന്മങ്ങളായിരുന്നു. അങ്ങനെ നീണ്ട പ്രബോധന കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞ ഒരുവിധം ആൾക്കാർ ഇസ്ലാം മതത്തിലേക്ക് കൂട്ടത്തോട് ചേർന്നു. ശത്രുക്കളായ കാട്ടാളന്മാരായ അറബികൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിനിടയിൽ ഇസ്ലാം മതം സ്വീകരിച്ച സ്വന്തം അനുയായികളോട് മുഹമ്മദ് നബി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ജൂതരെയും ക്രിസ്ത്യാനികളെയും കൂട്ടുകാരാക്കരുത്. കാരണം അവർ നിങ്ങൾക്ക് സുഖിക്കാനുള്ള എല്ലാം തന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അവർ മാറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ യുദ്ധകാലഘട്ടങ്ങളിൽ നമ്മളുടെ വിജയം വരെ നിങ്ങൾ ജൂതരെയും ക്രിസ്ത്യാനികളെയും കൂട്ടുകൂടരുത്. ഇപ്രകാരം പറയുകയുണ്ടായി. അതാണ് ഖുർആനിൽ വന്ന വാക്കുകൾ. അതിനെ തെറ്റായി വൽക്കരിച്ചുകൊണ്ടാണ് ഇവൻ മതസ്പർദ്ധ വളർത്തി ഇവിടെ ഇസ്ലാം വിരോധം ഉണ്ടാക്കുന്നത്. ഈ എക്സ് മുസ്ലിം അധ്വാനിച്ച് ജീവിക്കുവാൻ മടിയുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ വേശ്യ പണിക്ക് വിടേണ്ടതില്ല. പകരം ഇസ്ലാം മതത്തെ വ്യഭിചരിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം നക്കിക്കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കാം.